KPCC സമിതിയുടെ വിലക്ക് മറികടന്ന് കണ്ണൂർ മാടായിൽ വീണ്ടും പ്രതിഷേധം. MK രാഘവൻ MPക്കെതിരെ വിമതർ വീണ്ടും പോസ്റ്റർ പതിച്ചു. മാടായി കോളേജിലെ നിയമനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ഒരു വിഭാഗം നേതാക്കൾ കോൺഗ്രസ് ഓഫീസിൽ തമ്പടിച്ചിരിക്കുകയാണ്. നിയമനക്കൊള്ളയിൽ വിജിലൻസിന് പരാതി നൽകുമെന്ന് പ്രവർത്തകർ പറഞ്ഞു. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, എന്താണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത്? നേരത്തെ പാർട്ടി നടത്തിയ ശ്രമങ്ങൾ വീണ്ടും പൊളിയുകയാണോ? സ്മൃതി, അതായത് മാടായി കോളേജിലെ വിവാദ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KPCC സമിതി ഈ ഇരുവിഭാഗം പ്രവർത്തകരെയും കണ്ട് സംസാരിക്കുകയും അവരോട് ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തതാണ്. എന്നാൽ ഈ പ്രശ്നപരിഹാരം നടപ്പിലാവാത്തത് കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു പ്രതിഷേധത്തിലേക്ക് ഒരു വിഭാഗം പ്രവർത്തകർ കടക്കുന്നത്. ഇന്നിപ്പോൾ കുഞ്ഞിമംഗലം എടാട് കോൺഗ്രസ് ഓഫീസിൻ്റെ പരിസരത്തും അതുപോലെ തന്നെ ദേശീയപാതയോട് ചേർന്നുള്ള പ്രദേശത്തുമൊക്കെ MK രാഘവൻ MPക്കെതിരെ വ്യാപകമായിട്ടുള്ള പോസ്റ്റർ പ്രചരണമാണ് ഈ വിഭാഗം നടത്തിയിട്ടുള്ളത്. ആ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഈ വിവാദ നിയമനം റദ്ദാക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ ഒരു കാരണവശാലും ഈ സമരം പ്രതിഷേധം അവസാനിപ്പിക്കുന്ന ഒരു നിലയുണ്ടാവില്ല. നേരത്തെ തന്നെ ഈ സമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമിതിക്ക് മുൻപാകെ എത്തി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ ഘട്ടത്തിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിക്കാം, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാമെന്നുള്ളതായിരുന്നു ഈ സമിതി നിർദ്ദേശിച്ചത്. പക്ഷേ പരസ്യ പ്രതിഷേധങ്ങൾക്കും പ്രതികരണത്തിനുമൊക്കെ ആ ഘട്ടത്തിൽ ഈ സമിതി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതുപോലെ തന്നെ K ജയന്തും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെട്ട സമിതി വിലക്കേർപ്പെടുത്തിയിരുന്നു. ആ വിലക്കൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. MK രാഘവൻ MPയുടെ ഓഫീസിലേക്ക് ഉൾപ്പെടെ മാർച്ച് ഉൾപ്പെടെ ആലോചിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്കാണ് തങ്ങളുള്ളത്. അതുകൊണ്ട് ഉടനടി ഈ വിഷയത്തിലൊരു പരിഹാരം കണ്ടെത്തിയില്ല എങ്കിൽ കൂടുതൽ ശക്തമായ രീതിയിലുള്ള, നേരത്തെ ഈ ആദ്യഘട്ടത്തിൽ MK രാഘവൻ്റെ കോലം കത്തിച്ചത് ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. വലിയ ആൾക്കൂട്ടത്തെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആ വിഭാഗം അത്തരത്തിലുള്ള പരസ്യ പ്രതിഷേധമൊക്കെ നടത്തിയത്. അപ്പോൾ അതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്തായാലും ഈ മാടായി കോളേജ് വിവാദം, നിയമന വിവാദം അത് കെട്ടടങ്ങിയിട്ടില്ല എന്നത് ഒന്നുകൂടി തെളിയുകയാണ്. ഈ സംഭവത്തിൻ്റെ ഇടയിൽ തന്നെയാണ് വയനാട് DCC ട്രഷററുടെ ആത്മഹത്യ ഉണ്ടായത്. അതും ഇതുപോലെ തന്നെയുള്ള ഒരു നിയമന വിവാദമാണ്. അപ്പോൾ ഈ മാടായി കോളേജിലെ വിഷയവും സമാനമായ രീതിയിൽ തന്നെയുള്ള നിയമന പ്രശ്നമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് നിയമ നടപടികളിലേക്ക് ഉൾപ്പെടെ MK രാഘവൻ MPക്കെതിരായിട്ടുള്ള നിയമ നടപടികളിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നുള്ള കാര്യം കൂടി ഈ ഒരു വിഭാഗം നേതാക്കൾ അറിയിക്കുന്നുണ്ട്. സ്മൃതി.